ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ്, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. എല്ലാ കള്ളത്തരീക്കത്തുകാരുടെയും എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളുടെയും പേടി സ്വപ്നമായി മാറിയില്ലേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. അല്ലാഹുവേ ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ. എല്ലാ കള്ളത്തരീക്കത്തുകാരും സർവാപവാദങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് തകർത്ത് കളയാമെന്ന്, ഒന്ന് പൂട്ടിക്കളയാമെന്ന്, ഒന്ന് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് രംഗത്തിറങ്ങിയിട്ട് കവലകൾ തോറും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇന്ന് ഞാൻ നോക്കുമ്പോ ഒരു പാരഡി ഗാനം ഇറക്കിയിരിക്കുകയാണ് കള്ളത്തരീക്കത്തുകാര് ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദിനെതിരെ. എന്നിട്ട് ഉസ്താദിന്റെ ഊർജവും ഉസ്താദിന്റെ ആവേശവും ഉസ്താദ് പതേ സർവ ബിദ്അത്തിനെതിരെയും സർവ കള്ളത്തരീക്കത്തുകാർക്കെതിരെയും അതിശക്തമായി സംസാരിക്കുകയും ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് ഇല്ലാതെയാക്കി കളയാമെന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്, നിങ്ങളുടെ കേവലം ഒരു സ്വപ്നങ്ങൾ മാത്രമാണ്. നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയിട്ട് പല പാട്ടുകളും ഇറക്കിയിട്ട് ഉസ്താദവറുകളെ ഇല്ലായ്മ ചെയ്യുവാനും തകർത്ത് കളയുവാനും ക്ഷീണിപ്പിക്കുവാനും നോക്കുമ്പോ ഉസ്താദവറുകൾ ഇന്നുള്ളത് ഈജിപ്തിലാണ്. അന്താരാഷ്ട്ര ഫത്വ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ നിങ്ങൾ ഉണ്ടാക്കുന്ന അപവാദങ്ങളും ഉസ്താദിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും തുടരുന്നതിനോടുകൂടെ ഉസ്താദവറുകൾ വലിയ ഉത്തംഗതയിൽ നിന്ന് ഉന്നതമായ സോപാനങ്ങളിലേക്ക് അതേ അടിവച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കള്ളത്തരീക്കത്തുകാരോടും പറയുകയാണ്, നിങ്ങളുടെ ധാരണ മിഥ്യാധാരണയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ ആലിമീങ്ങളെയും നമ്മുടെ മഹാനേതൃത്വത്തെയും ഏതെങ്കിലും ഒരു അപവാദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഡി ഗാനങ്ങളോ ഇറക്കിയിട്ട് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ ആ മഹാരഥന്മാരായ ഉസ്താദുമാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഉസ്താദുമാരുടെ പിന്നിലുണ്ട് എന്ന ബോധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും അപവാദം പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഒരൊറ്റ കള്ളത്തരീക്കത്തുകാർക്കും അതിന് സാധ്യമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ആലിമീങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് എല്ലാ കള്ളത്തരീക്കത്തുകാർക്കെതിരെയും അതിശക്തമായി സംസാരിക്കുകയാണ്. മഹാനായ മടവൂർ ശൈഖുന സി.എം. വലിയുള്ളാഹ് അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ്, അവരെ നമ്മൾ ആദരിക്കുകയാണ്. അവരുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് ഇന്ന് മദനിയം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ആ മടവൂർ ശൈഖുന സി.എം. വലിയുള്ളാഹി ജീവിതത്തിൽ ഒരിക്കലും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളാണ് കള്ളത്തരീക്കത്തുകാർ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ അല്ലാഹുവാക്കാൻ വേണ്ടി ചില ആളുകൾ അർശിന്റെ മുകളിലാണെന്ന് പറയുകയാണ്. ചില ആളുകൾ പാട്ടുപാടിയിട്ട് അതേ 313 സ്വഹാബത്തിന്റെയും മുകളിലാണ് അവര് എന്ന് പറഞ്ഞു തീർക്കുകയാണ്. അവരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ് ഈ ആളുകളെ ചെയ്തു കൂട്ടുന്ന അവസ്ഥ എന്തുമാത്രം വേദനാജനകമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗരൂകരാകണം. അല്ലാഹുവിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് യഥാർത്ഥമായ ഹഖായ വഴിയിൽ നമ്മുടെ ആലിമീങ്ങൾ കാണിച്ചു തരുന്ന വഴിയിൽ യഥാവിധി ജീവിച്ച് ഈമാനോടുകൂടെ നമുക്ക് മരിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹുവേ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്.